ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിറോസാബാദിലെ ഗ്ലാസ് വളകളുണ്ടാക്കുന്ന ആളുകളുടെ ഒരു അടിപൊളി കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഈ കഥ കേൾക്കുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി പഠിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ ഈ കഥയിലൂടെ എവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫിറോസാബാദ് എന്ന വളകളുടെ നഗരത്തെ പരിചയപ്പെടും. പിന്നെ ഗ്ലാസ് കൊണ്ട് എങ്ങനെയാണ് വളകളുണ്ടാക്കുന്നതെന്ന് കാണും. അതിനുശേഷം അനന്യ എന്ന പെൺകുട്ടിയുടെ പുതിയ ആശയങ്ങളെക്കുറിച്ച് കേൾക്കും. അതും കഴിഞ്ഞ് ഒരു പുതിയ വളകളുടെ ശേഖരമുണ്ടാക്കുന്നതും ദീപാവലിക്ക് അത് വലിയ വിജയമാക്കുന്നതും നമ്മൾ കാണും. അവസാനം നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ഒന്നുകൂടി ഓർത്ത് രസകരമായൊരു ആക്ടിവിറ്റി കൂടി ചെയ്യും. അപ്പോ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാമല്ലേ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഫിറോസാബാദിലാണ്, വളകളുടെ നഗരമെന്ന് വിളിക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്ത്. ഇവിടെയാണ് ആ ഭംഗിയുള്ള പാരമ്പര്യം തുടങ്ങുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. The district of Firozabad in ഉത്തർപ്രദേശ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗ്ലാസ് ബാംഗിൾസ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലെ ഫിറോസാബാദ് ജില്ല അവിടുത്തെ ഗംഭീരൻ ഗ്ലാസ് വളകൾക്ക് വളരെ പേരുകേട്ടതാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉത്തർപ്രദേശ് എവിടെയാണെന്ന് കണ്ടോ? ദാ അവിടെയാണ് ഈ സ്ഥലം. അപ്പോ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് രവി. രവി വാസ് എ സ്കിൽഡ് ഗ്ലാസ് ആർട്ടിസൻ. രവി വളരെ കഴിവുള്ള ഒരു ഗ്ലാസ് ആർട്ടിസനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ഒരുപാട് കാലമായിട്ട് ഈ വളനിർമ്മാണ ജോലി തന്നെയാണ് ചെയ്യുന്നത്.